മാത്രമല്ല രാജ്യത്തിന്റെ മുഴുവൻ സ്വപ്ന സാക്ഷാത്കാരമായ വിഴിഞ്ഞം തുറമുഖത്തിന് സമീപത്തായി കേരളത്തിലെ രണ്ടാമത്തെ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുകയാണ്. 14 വർഷങ്ങൾക്ക് മുൻപ് ആവിഷ്കരിച്ച ഈ പദ്ധതി ഇതിനു മുൻപ് പല കാരണങ്ങളാൽ മുന്നോട്ടു പോയില്ല. എന്നാൽ ഈ പദ്ധതിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അതുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ മാരിടൈം അമൃത് കാൽ വിഷൻ 2047 ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി വീണ്ടും പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനുള്ള പ്രാരംഭ നടപടിക്രമങ്ങളുടെ ഭാഗമായി പൂവാറിൽ പദ്ധതിക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതും ഏകോപന ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതും ആവശ്യപ്പെട്ടുള്ള കത്ത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് അയച്ചു. സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വരുവാനിരിക്കുന്ന കപ്പൽ വ്യവസായശാല നിർണായക പങ്ക് വഹിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ അയച്ച ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഈ പദ്ധതി ആവിഷ്കരിക്കാനുള്ള ആശയം ഉടലെടുത്തപ്പോൾ അനുയോജ്യ സ്ഥലം കണ്ടെത്താനായി രാജ്യത്തിന്റെ വിവിധ കടൽ തീരങ്ങളിൽ പരിശോധനകൾ നടത്തിയിരുന്നു. പലയിടങ്ങളിലും കടലിന്റെ ആഴക്കുറവ് ഒരു പ്രധാന കുറവായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മണ്ണ് നീക്കം ചെയ്ത് ആഴം വർദ്ധിപ്പിച്ചാൽ മണിക്കൂറുകൾക്കകം തിരികെ മണ്ണിടിഞ്ഞ് മൂടിപ്പോകുന്നതായും തെളിഞ്ഞു. തുടർന്ന് കേരള തീരത്തെ വിഴിഞ്ഞം, പൂവാർ, അഴീക്കൽ എന്നീ പ്രദേശങ്ങളെയാണ് ഈ പദ്ധതിക്ക് അനുയോജ്യമായ സ്ഥലങ്ങളായി തിരഞ്ഞെടുത്തത്. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം കരയിലും കടലിലും നടത്തിയ പഠനങ്ങളിൽ പൂവാറിന് പകരം വെക്കാവുന്ന മറ്റൊരിടം കണ്ടെത്താനായില്ല. പുതിയ കപ്പലുകളുടെ നിർമ്മാണത്തിലും അറ്റകുറ്റപ്പണിയിലും വിദേശ രാജ്യങ്ങളുടെ ഇന്നുള്ള മേധാവിത്വം അവസാനിപ്പിക്കാൻ ഈ കപ്പൽശാല പര്യാപ്തമാകുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പൂവാർ തീരത്തോട് ചേർന്നുള്ള കടലിന് 24 മുതൽ 30 വരെ മീറ്റർ സ്വാഭാവിക ആഴമുണ്ട്. കൂടാതെ വർഷം മുഴുവൻ കപ്പലുകൾക്ക് വന്നുപോകാൻ കഴിയും വിധം വേലിയേറ്റ വേലിയിറക്ക അനുപാതം വളരെ കുറഞ്ഞ തീരവും രാജ്യത്ത് പൂവാർ തന്നെയാണ്. മാത്രവുമല്ല ഈ പദ്ധതിക്കായി 1.5 കിലോമീറ്റർ ദൂരം കുടിയൊഴിപ്പിക്കലില്ലാതെ നിർമ്മാണത്തിന് അനുയോജ്യമായ ആഴക്കടലുള്ള തീരവും പൂവാറിനുണ്ട്. വർഷം തോറും 1 ലക്ഷത്തിൽ പരം വിവിധ വിഭാഗം വെസലുകളും കപ്പലുകളും കടന്നുപോകുന്ന അന്താരാഷ്ട്ര കപ്പൽ പാതയിലാണ് പൂവാർ തീരം സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം വിവിധ ഘടകങ്ങൾ പരിഗണിച്ചാണ് കപ്പൽ നിർമ്മാണശാലയ്ക്കായി പൂവാറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2011 കപ്പൽ നിർമ്മാണശാലയ്ക്കായി പൂവാറിൽ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നിർദ്ദേശം ഉൾക്കൊള്ളിച്ച് കേന്ദ്ര സർക്കാർ കേരള സംസ്ഥാന സർക്കാരിന് കത്തു നൽകിയിരുന്നു. അതനുസരിച്ച് പദ്ധതിക്കായുള്ള പ്രാരംഭ ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് മുടങ്ങി. പിന്നീട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായ ശേഷം കപ്പൽ നിർമ്മാണശാല പദ്ധതിയുമായി മുന്നോട്ടു പോകാം എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. രാജ്യത്ത് 6 മെഗാ തുറമുഖങ്ങൾ നിർമ്മിക്കണമെന്ന് ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് മാരിടൈം അമൃത് കാൽ വിഷൻ 2047. ഇതിന്റെ ഭാഗമായി കേരളത്തിനായി പൂവാറിലെ കപ്പൽ നിർമ്മാണശാലയ്ക്കൊപ്പം കൊച്ചി വിഴിഞ്ഞം തുറമുഖ ഇടനാഴിയും ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നും 10 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന പൂവാറിൽ വൻ കപ്പലുകൾക്ക് പോലും അടുക്കാൻ കഴിയുന്നത്ര ആഴമാണുള്ളത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര കപ്പൽശാലയിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ യാത്ര ചെയ്താൽ പൂവാർ തീരത്തെത്താനാകും. ഈ പദ്ധതിക്കായി 2500 ഏക്കർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൂവാറിലും സമീപ പ്രദേശത്തുമായി 200 ഏക്കറോളം ഭൂമി സർക്കാർ ഉടമസ്ഥതയിലുണ്ട്. അത് ഈ പദ്ധതിക്കായി വിനിയോഗപ്പെടുത്താനാകും. ബാക്കി 2300 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. പദ്ധതി പ്രദേശത്തോട് ചേർന്ന് ടൗൺഷിപ്പും ആശുപത്രി, റോഡ് കണക്ടിവിറ്റി എന്നിവയും സാധ്യമാക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 15,000-ൽ പരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. അതോടൊപ്പം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും അഭിവൃദ്ധിപ്പെടും. കാരണം കപ്പൽശാലയോട് അനുബന്ധിച്ചു വരുന്ന വ്യവസായങ്ങൾ വഴി കോടികളുടെ നികുതി വരുമാനം സംസ്ഥാന സർക്കാരിന് ലഭ്യമാകും. അതോടൊപ്പം വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന മദർഷിപ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ അറ്റകുറ്റപ്പണിയും ഇവിടെ നടത്താനാകും. ലോകരാജ്യങ്ങൾക്കിടയിൽ ഏതൻസിനും സിംഗപ്പൂരിനും ഇടയ്ക്ക് അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ വേറെ കപ്പൽ നിർമ്മാണശാല ഇല്ലാത്തതിനാൽ ഏഷ്യയുടെ കവാടമായും പൂവാർ മാറുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.